കുഞ്ഞിനൊന്നും പറ്റിയില്ലെന്നറിഞ്ഞപ്പോ ആശ്വാസമായി. എങ്കിലും വീട്ടിലുള്ളവരോട് ഞാൻ എന്നാ സമാധാനം പറയും? എടാ, അവരൊരു പാവ സ്ത്രീയാ. അതുകൊണ്ട് ലേഖയോട് പറയണം അവരെ വഴക്കൊന്നും പറയരുതെന്ന്. കുഞ്ഞിന് ഇന്നലെ വയ്യാതായത് മുതല് ലേഖ ജാനമ്മയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ജാനമ്മയെ വെറുതെ വേദനിപ്പിക്കരുതെന്ന്. അവര് കുഞ്ഞിനെ കുളിപ്പിക്കുന്നൊന്നും ലേഖയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അവൾ എന്തെങ്കിലുമൊക്കെ പറയും. അതില് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കണ്ണേട്ടാ. മോളുടെ അമ്മയായ ഞാൻ പോലും ഒരുപാട് സമയം കുഞ്ഞിനെ എടുത്തോണ്ട് നടക്കാൻ അവള് സമ്മതിക്കില്ല. കുഞ്ഞുങ്ങളെ ഇത്രയധികം സ്നേഹിക്കുന്ന ലേഖയ്ക്ക് ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞെങ്കിലും അനന്തോട്ടം താല്പര്യം എടുത്ത് അതിനുള്ള അവസരം ഒരുക്കണമായിരുന്നു. ഹേയ്, അതൊന്നും ശരിയാവില്ല. ഇനിയിപ്പോ അതിനൊരു കാരണവശാലും സമ്മതിക്കില്ല. നീലമോളെ കാണാനുള്ള അവസരം ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ രണ്ടാൾക്ക് കൊടുത്താൽ മാത്രം മതി. രമണിയെ, രമണി, നീ വന്നേ. എന്താ? എടി പെട്ടെന്ന് റെഡിയാവ്. എന്റെ കാലിലെന്തോ കടിച്ച്. അയ്യോ, എന്തുവാ? പാമ്പാണെന്ന് തോന്നേ. നല്ല പുകച്ചില്. ദേവരാജണ്ണ, ദേവരാജണ്ണ, അടിച്ചത് മൂർഖനാ. നല്ല വിളഞ്ഞ മൂർഖൻ. വേഗം ആശുപത്രി. ഞാൻ കണ്ടതാ. നിങ്ങൾ പെട്ടെന്ന് റെഡി ആയിക്കോ, ഞാൻ പോയിട്ട് കാറുമായിട്ട് വരാം. എന്റെ ദൈവമേ, മൂർഖനാണല്ലോ കടിച്ചത്. എടി നീ പോയി പെട്ടെന്ന് തോർത്തെടുത്തോണ്ട് വാ. പെട്ടെന്ന് പോ. അമ്മേ, ചേട്ടനെ മൂർഖം കടിച്ചമ്മേ. ഞാൻ ചേട്ടനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാൻ പോവാ. ജാനമ്മേ, എന്താ ജാനമ്മേ? ആരോട് സംസാരിച്ചത്? മോളെ, എന്റെ മോനെ പാമ്പ് കടിച്ച്. ഞാനെന്താ വീട്ടിലോട്ട് പോയിട്ട് വരണം. എന്നാ ജാനമ്മ പെട്ടെന്ന് ചെല്ല്. ജാനമ്മേ, പൈസ എന്തെങ്കിലും വേണോ ജാനമ്മേ? ഞാൻ അവിടെ എത്തിയിട്ട് വിളിച്ചോളാം മോളെ. ഈശ്വരാ, അമ്മയുടെ മോനൊന്നും സംഭവിക്കല്ലേ. ഈശ്വര, വിഷമുള്ളി ചെന്നിട്ടും കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല. പക്ഷെ ദേവരാജനെ വിഷം തിണ്ടി.